കാണിക്കല്ലേ ഇപ്പൊ പോയിട്ടുള്ളൂ ഓ ഞാൻ വരുമ്പോഴുണ്ടായി റോഡിലുണ്ട് ആനപ്പിണ്ടോ അത്ഭുതപ്പെടല്ലേ ആനപ്പിണ്ടോ കണ്ടു ആനപ്പിണ്ടോ വരുമ്പോണ്ടായി അവിടെ വലുതായിരുന്നു നമ്മള് കുട്ടിയേട്ടാ അതിന്റെ അപ്പുറത്ത് തന്നെ കുട്ടി ചെറിയ കണ്ടു പേടിച്ചിട്ട് പാവട്ടാ ആക്ച്വലി ടോർച്ചില്ലാണ്ട് കിട്ടും കേട്ടോ ഫോറസ്റ്റ് കോട്ടേഴ്സ് കണ്ടോ നോക്കൂ ഗൈസ് ആന ഇവിടെ ക്ഷീണിച്ചിരിക്കണ് ആ കോട്ടേഴ്സ് ഫോറസ്റ്റുകാർ വാച്ച് ചെയ്യുന്ന കോട്ടേഴ്സ് ആളുണ്ട് അപ്പുറത്തൊക്കെ ഫെൻസിങ് ഉണ്ട് പക്ഷെ ഫോറസ്റ്റ് കോട്ടേഴ്സിന് ഫെൻസിങ് ഇല്ല അപ്പുറത്തെ ഉണ്ണിയപ്പാട്. ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് സോറി അപ്സര പേടിച്ച് അപ്പോൾ ബൈ ദ ബൈ നമ്മൾ ഇന്നലെ രാത്രി അടിപൊളി ജീപ്പ് സഫാരിയൊക്കെ പോയി എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ അടിപൊളിയായിരുന്നു ഞങ്ങള് ക്ഷീണിച്ചു ഇപ്പൊ കിതക്കാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് റിസോർട്ടിൽ നിന്ന് നേരെ എങ്ങോട്ട് കിടക്കാം തിരുനെല്ലി അമ്പലത്തിലേക്ക് കിടക്കാണ് ബൈ ദ ബൈ റിസോർട്ടിന്റെ വീഡിയോ എടുത്തിട്ട് ആദ്യം റിസോർട്ടിന്റെ വീഡിയോ ഇട്ടിട്ട് ഇത് അപ്ലോഡ് ചെയ്യല് പ്രത്യേകിച്ചൊന്നുമില്ല തിരുനെല്ലി എന്ന് പറയുന്ന ഒരു ഓക്കെ അതൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോ അതൊക്കെ ഉണ്ട് തിരുനെല്ലിയില് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അവിടെ തന്നെ നല്ല ഉണ്ണിയപ്പം കിട്ടുമെന്ന് കേട്ടു ഇപ്പുറത്തെ സൈഡാ നഷ്ടമായി പോയല്ലോ അപ്പോൾ അമ്പലം ഒന്ന് കാണാം പോകുന്ന വഴികളൊന്ന് കാണാം കാട് മൃഗങ്ങൾ എല്ലാം ഉണ്ട് കഴിച്ചു. അപ്പം നമുക്ക് പോണ വഴിക്ക് കണ്ട് പോവാം. അപ്സരേച്ചി എന്ത് പറ്റി? ആര് കടിച്ചു? ഈച്ച കടിച്ചു എന്നൊക്കെ. അതുകൊണ്ട് പിന്നെ കയ്യില് ഓക്കെ ഗൈസ് അപ്പൊ കാണാം അമ്പലത്തിലെത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ ആ അമ്പലം. ചിലപ്പോൾ കൂരി വെച്ചിട്ട് വേണം പോവാൻ. ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇതാണ് നമ്മുടെ കുറേ കളിക്കുന്ന സാധനം അല്ലേ, സോറി കളിക്കുന്ന സാധനങ്ങളല്ല. ബ്ലോഗർ നന്ദന ചുമ്മാ വെറുതെ ക്യാപ്പ് വേണമെങ്കിൽ മേടിച്ചോളൂ കേട്ടോ നന്ദന, ക്യാപ്പ് വേണമെങ്കിൽ മേടിച്ചോളൂ. ഓക്കെ ഇല്ല അപ്പം പിന്നെ ഇതാണപ്പോൾ നമ്മുടെ അമ്പലം കേട്ടോ. അപ്പോൾ ഇത് പോയി നമ്മുടെ അമ്പലത്തിലേക്ക് കയറാൻ കേസ്. ബാക്കിലാ നിങ്ങളെ മല കാണുന്നുണ്ടോ? കാണുന്നില്ല, ഒരു മിനിറ്റ് കാണിച്ചു തരാം. വെയിറ്റ്. യെസ്, ഇപ്പോൾ ആ മല കാണുന്നുണ്ടോ? നിങ്ങൾ ആ മല മല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. ഇതാണ് സംഭവം. സോറി, നന്ദനയുടെ ബാക്കായി പോയി. നമ്മൾ അമ്പലത്തിൽ ഒന്ന് കയറിയിട്ട് വരാം. എടുക്കാമല്ലോ. ഫാൻസ് അപ്സരയുടെ ഫാൻസ് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെ നിന്ന് സ്കൂട്ടാവാനായിട്ടുള്ളൊരു പ്ലാനിലാണ് ഗൈസ്. അതാണ്ടോ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ എന്തായിരിക്കും പ്രശ്നം? ഓ സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കാൻ പിന്നെ അപ്സര ആരാ? നീ എന്നെ വിട്ട് പോവോ? അപ്പോ അയ്യോടി ഓ ശരി മാഡം, പരിചയക്കാരിയാന്ന് പറയണോ അല്ലേ? കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ ശരി. എടോ ഗൈസ്, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നന്ദന ത്രൂ ഔട്ട് വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ നന്ദനയുടെ വ്ലോഗിൽ എങ്ങനെ ലയിച്ചു പോവാണ്. നന്ദനയുടെ വർത്തമാനത്തിൽ വീണ് പോവാണ് നമ്മള്. ആക്ച്വലി ഭയങ്കര എന്റർടൈനിങ് ആണ് നിന്റെ വ്ലോഗ്. യെസ്, നല്ല രസമാണ്. നല്ല രസമാണ് നന്ദുടെ വ്ലോഗ് കണ്ടിരിക്കാൻ.
എന്ന് പറഞ്ഞോണ്ട് എന്റെ ബ്ലോഗ് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ട് എന്റെ ബ്ലോഗ് കാണാതെ ഇരിക്കരുത്. ഇത് ഞാനല്ല, ഇത് ഞാൻ വേറെ ഏതോ ഞാനാ. അപ്പൊ നന്ദു ഞാൻ പറഞ്ഞോന്നറിയോ? സോറി അപ്സര പോലെ അതല്ല പടത്തില് അപ്സരനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാ മുഖം കയറി ഇരിക്കണ നോക്കിക്കേ. ഞാൻ ചുക്കി കുടിച്ചു. അടുത്ത കുപ്പി. അപ്പൊ നന്ദന വ്ലോഗ് ത്രൂ ഔട്ട് എടുക്കുന്ന കാരണം ഞാൻ അങ്ങനെ അതിൽ എന്നിട്ട് ഞാൻ മറന്നു പോവാണ് വ്ലോഗ് എടുക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാട്ടോ, കുഴപ്പമില്ല. നല്ല ഈ കറി തക്കാളിക്കറി ഇതും കൂടി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. അവിടെ ഫുഡ് കിട്ടുന്നത് പരിഷ്കാരിയാണ്. സ്പൂണൊക്കെ കൂട്ടി ഞങ്ങൾ ഇനിയിപ്പോ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ട് ക്ഷീണിച്ചിട്ടാ ഭക്ഷണം കഴിക്കണം. വേറെ കഴി പറഞ്ഞു. അതെ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. പിന്നെ ചിലപ്പോ ഞാൻ ഇവരെ നാളെ പാക്ക് ചെയ്ത് വിടും ഗൈസ്. ഇവിടെ ശരിയാവില്ല, എന്റെ വൈബ് മാച്ച് ആവില്ല. തക്കാളി അപ്സര എവിടെയോ ഞാനിവിടെ കാട്ടിൽ വിട്ടു. അപ്പൊ ഞാൻ പറയും ആ നന്ദനും, ഞാൻ പറയും ആരാണ് റസ്മിനോ അതേതാന്ന് ചോദിക്കും ഞാൻ. ഞാൻ നിന്നെ വിളിക്കുന്നില്ലല്ലോ. വിളിക്കില്ല വിളിക്കില്ല ഇല്ല. ഉറപ്പല്ല? ഇല്ല വിളിക്കും. പേടിപ്പിച്ചു. ഉറപ്പല്ലേ വിളിക്കുന്നു. ഇവിടെ രാത്രി ഉറക്കത്തിലൊക്കെ പേടിപ്പിക്കണം. പിന്നെ ഇപ്പൊ കിടന്നുറങ്ങിയപ്പോഴും പേടിപ്പിക്കണം. പെട്ടെന്നൊക്കെ നമ്മളെ ബേബി ബേബി എന്ന് പറഞ്ഞൊരു ചെയ്തു. ഇപ്പോഴല്ല ഇപ്പൊ പോസ്റ്റ് ചെയ്തു. നീ നാളെ അത് പോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇന്നത്തെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് കാണണം കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ. ഗൈസ് അതിൽ നിങ്ങൾ പോയി കമന്റ് ഇടണം. അപ്സര ആളിറക്കി. അതെ, അപ്സര പൈസ കൊടുത്ത ആൾക്കാരെ കൊണ്ടിട്ട് ഒരു മിനിറ്റ് കൈ വരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രസംഗിക്കാൻ പോകണം അപ്സരിച്ചിവിടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. അല്ല ഞാനാണ് ഏറ്റവും നല്ലത്, ഞാനാണ് ഏറ്റവും നല്ല സുന്ദരി, ഞാനാണ് ഏറ്റവും നന്നായി കളിച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്സര സൂപ്പർ പറയും. ഒന്നുമില്ല, നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോവുക. ഇപ്പം നമ്മളൊരു ഇപ്പോഴല്ല നേരത്തെ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റീലിൽ പോയിട്ട് റസ്മിൻ്റെ ഡാൻസ് സൂപ്പർ, റസ്മിൻ കൊള്ളാം, റസ്മിൻ ഒരു 5-6 കമൻറ്റ് ഒരാൾ തന്നെ ഇടുക. കാരണം അപ്സര ആളിറക്കിയിട്ട് ഹായ് അപ്സര സൂപ്പർ, ഹായ് അപ്സരയുടെ ചിരി, അപ്സരയുടെ ജീൻസ് എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് വരുന്നുണ്ട്. പാവ ഞാനും എനിക്കും നന്ദുവിനാണ് ആരും കമൻറ്റ് ചെയ്യാനില്ലാതെ. ഇല്ലേ നന്ദു? അത് വേറൊന്നും കൊണ്ടല്ല, നന്ദന കൊടുത്ത PR ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ളതുകൊണ്ട് വിട്ടിട്ട് പോയി. എന്റെ PR എന്റെ പ്രിയപ്പെട്ട ജനങ്ങളാണ്. അയ്യോ അതിന് PR എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചേക്കുന്നത്. പിന്നെ ബൈ ഗൈസ്. അങ്ങനെ ഈവനിങ് ആയി. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞത് നമ്മൾ പാടത്തെ കൂടി നടക്കാണ്. അടിപൊളിയായിട്ട് വൈബാണ്. കാണിച്ചത് ഹായ്. ഏയ് നന്ദന വ്ലോഗ് എടുക്കുന്നില്ലേ? വയ്യ, നന്ദന ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ വ്ലോഗ് എടുക്കാം. എങ്ങനെ പോവല്ലേ? എന്ത് രസാ, നല്ല വൈബ് ഉണ്ടല്ലേ അവിടെ. എനിക്ക് തോന്നുന്നത് ഇന്നലെ ഇവിടെയാണോ മറ്റേ പാട്ടും ബഹളവും വോളിബോൾ കോമ്പറ്റീഷനൊക്കെ നടക്കണ്ടായിരുന്നല്ലോ. ഞാനൊന്നും വന്നോട്ടെ സ്റ്റാൻഡ് കയ്യിൽ പിടിച്ചിട്ട് കൈ കൊണ്ട് ഫോണ് പിടിക്കണ അവസ്ഥയാണ് കൈസ അവസ്ഥ. ക്രിക്കറ്റ് കളിക്കാൻ പോയാലോ? നല്ല ആട്ടായിട്ടിരിക്കും, പറയാൻ പറ്റില്ല. ഒന്നില്ല, ഞാനിങ്ങനെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഒന്ന് ചുമ്മാ സ്റ്റാൻഡിലെടുത്ത് ക്യാച്ചടാ, കിട്ടൂലടാ. 6 ആണോടാ? ഇല്ല 4. ആക്ച്വലി കൊള്ളാം. എടാ എനിക്ക് 2 റൗണ്ട് കളിക്കാൻ തോന്നണോടാ. നല്ലുണ്ട് ആക്ച്വലി. ഗൈസ് എല്ലാം കാണുന്നുണ്ടോ? സൂര്യൻ ലൈറ്റ് ആ സൈഡാണ്, അതുകൊണ്ട് കാണാൻ സാധ്യത കുറവാ. അടുത്ത ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് അടുത്ത ബോളിലേക്ക് പോവാണ്. ഇത് അടുത്ത ബോൾ ആൻഡ് ക്യാച്ചടാ.
കിട്ടിയില്ല, ക്യാച്ച് കിട്ടിയില്ലടാ. ബോൾ നിലത്ത് പോയി, ക്യാച്ച് കിട്ടിയില്ല. നമ്മൾ അബ്രോഡ് എന്നല്ലല്ലോ പോയിരിക്കുന്നത്, വയനാടാണല്ലോ പോയിരിക്കുന്നത്. എന്തേ ആൾക്കാരിങ്ങനെ ഞാനധികം മീൻസ് ഉള്ളേരിയയിൽ പോകുമ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ആൾക്കാർ എനിക്ക്. പക്ഷെ ഇവിടെ ഫുള്ള് ചേട്ടന്മാർ ഫുള്ള് ക്രിക്കറ്റ് കളി, ഫുട്ബോൾ, അത് ഇതൊക്കെ. നീ ഉദ്ദേശിച്ചത് ട്രൈബൽ പീപ്പിൾ ആണോ? ഇവര് ട്രൈബൽസ് അല്ല. ഐ മീൻ പകുതിയോളം ട്രൈബൽസ് ഉണ്ട് അവിടെ. ട്രൈബൽസ് ഉണ്ട്, പക്ഷെ നിൽക്കണമൊക്കെ ചേട്ടനല്ലേ ട്രൈബൽസ് അല്ല. അതെ, പറയാൻ പറ്റില്ല, അറിയില്ല. സംഭവം നൈസുണ്ട്, കളറായിട്ട്. ഓക്കെ, അപ്പോൾ നന്ദന അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നന്ദനയ്ക്ക് എന്തെങ്കിലും വെറൈറ്റി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ നന്ദന? നോക്കട്ടെ. ഞാനിത് പറയും ചെയ്തു വഴിയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാമല്ലേ? വെറൈറ്റി എന്തെങ്കിലും. നമ്മൾ പോണ സ്ഥലം പറഞ്ഞു ഞാൻ. വൈക്കോല്, വൈക്കോലല്ലേ? വൈക്കോലല്ലേ? അതെ. അങ്ങനെ ഫൈനലി നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. നന്ദനയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. വരൂ. അപ്സര, മുടിയ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഹെയർ കട്ട് പുതിയതാ? നമ്മൾ ഒരുമിച്ചല്ലേ പോയി ചെയ്തേ. പക്ഷെ കൊള്ളാടൂ, അന്ന് പേടിച്ച പോലെയൊന്നുമില്ല. നൈസ്, ലുക്കിംഗ് ഗുഡ്. അങ്ങനെ നമ്മളെത്തിയിരിക്കുകയാണ്. ഇതാട്ടോ എന്താ അരുവിപ്പൂ തരുവാൻ വീടല്ലേ? നന്ദനാ ഇപ്പൊ വീണേനെ. ഞാനും വീണേനിപ്പോ. ഓ, അടിപൊളി സ്പോട്ട്, കൊള്ളാം. നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. നല്ല രസം. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ. അവിടെ നോക്ക്, വെള്ളക്കാരനെ നല്ലുണ്ട്. നമ്മൾ പാലത്തിൻ്റെ അടി കൂടി പോട്ടാ. പാലം ലവ് ഇസ് ലൈഫ് ബ്യൂട്ടിഫുൾ. സ്പോട്ട് കൊള്ളാട്ടോ ആക്ച്വലി. എടാ ഇവിടെ നല്ല തണുപ്പുണ്ടല്ലോ. എടാ ഇവിടെ എത്തിയപ്പോ നല്ല തണുപ്പല്ലേ? ശരിക്കും നല്ല തണുപ്പ് ഇവിടെ എത്തിയപ്പോ. വാവ്. എടാ ഇത് പൊളിച്ചുട്ടോ. ദിസ് ഈസ് അടിപൊളി. എടാ ഇത് അടിപൊളിയുണ്ട്. നല്ല തണുപ്പില്ലേ? ഇടോ നല്ല. ഞാൻ എന്നോട് അപ്പളെ പറഞ്ഞില്ലേ ചെരുപ്പിട്ട അത് ഷൂടണ്ട. ആ തരാലോ എൻ്റെ കാലില്. ഓ അടിപൊളി. ഞാൻ എടുത്തരണോ? വീഡിയോ എടുത്തരണോ? സംഭവം അടിപൊളിയുണ്ട്. നല്ല സ്പോട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, 2 ഫോണും ഇനി ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ ബ്രോ, താങ്ക് യു. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്ക്. വാ, ഇത് നോക്ക്, നല്ല തണുപ്പുണ്ടല്ലേ? അടിപൊളി സംഭവം സൂപ്പറായിട്ടുണ്ട്. ഞാൻ വരണോ അല്ലേ? സ്ലിപ്പാവരുത്, നോക്കണേ, ഓഫ് ചെയ്ത് വരണം. അപ്പോൾ ഗൈസ്, ഇതാണ് സ്പോട്ട്. നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. എൻജോയ് ചെയ്തിട്ട് നമ്മൾ വരുന്നതാണ്. ഓ പൊളി ആംബിയൻസ്. ഇവിടെ എത്തിയപ്പോൾ പ്രത്യേക തണുപ്പ് കേട്ടോ. സൗണ്ട് നോക്ക് നിങ്ങൾ. ഓക്കെ, അരുവിയുടെ സൗണ്ട് നല്ല രസമില്ലേ? വെള്ളം ഒഴുകണോ? സൺസെറ്റ് ആവാറായി ഗൈസ്.
ഗൈസ് ക്യാമറ ഫ്രണ്ട് ക്യാമറ കൊള്ളാട്ടോ, ഫ്രണ്ട് ക്യാമറ കൊള്ളാം. നമുക്ക് ഇങ്ങനെ അതിൻ്റെ പക്കം നൈസ് ഫോൺ. അപ്പോൾ നമ്മൾ ഇവിടത്തെ ഇന്നത്തെ ഈ ഒരു അരുവി യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം സമയം 6 മണിയായി. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല അല്ലേ? ഇവിടെ സീനാണ് നടക്കാൻ. നമ്മൾ മെയിൻ റോഡിൽ കൂടി ഒന്നും നടക്കാൻ പറ്റില്ല 6 മണി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ഗോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് വിട പറയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മളിനി സാരില്ല, നിങ്ങൾ ക്ഷമിക്കണം. നന്ദന നിങ്ങൾ ക്ഷമിക്കാം, നമ്മുടെ പാവം നന്ദല്ല. അതുകൊണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം അടുത്ത എന്താ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളൊരു ഡിന്നർ കഴിക്കുകയാണ്. കണ്ണിക്ക് കുത്ത് കുത്താൻ വരിക. പിന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. നന്ദുവിൻ്റെ വ്ളോഗിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ നന്ദു വ്ളോഗ് എടുക്കണാണ് എനിക്ക്, ഞാനതിൽ ഇതായിപ്പോയി. അപ്പം അത്രയൊക്കെയുള്ളൂ. നാളെ നമ്മൾ പിരികയാണ്. എല്ലാവരും ബസ് കയറ്റി വിടും നാളെ. എന്നിട്ട് ഞാൻ വയനാട് കാട് കയറാം. ഇല്ല, ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കാട് കയറും. ഞാൻ കൂടുതൽ കാട് കയറി ചിന്തിക്കണ്ട. അങ്ങനെയാണോ? നീയുണ്ട് അപ്സരയുടെ കൂടെ, ഞാനാണ് ഒറ്റയ്ക്കാവുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, പിന്നെ എപ്പോഴും ഞാനാണ് ഒറ്റയ്ക്കാവുന്നത്. കുഴപ്പമില്ല. ശരി, ആൾക്കാരെ തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല ഉദ്ദേശിച്ച ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. കാട് കയറാൻ എൻ്റെ കൂടെ നമുക്കിത് സെറ്റ് ചെയ്ത് തന്ന പ്രിൻസ് ഉണ്ട്. അപ്പോൾ പ്രിൻസിൻ്റെ കൂടെ എന്തായാലും പോകും. ഞാൻ വരാടി, ഞാൻ പോയിട്ട് സെറ്റ് ചെയ്ത് ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ ബൈ.